ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അനുമോളുടെ ഒരു സ്റ്റാർ മീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്റ്റാർ മീറ്റിൽ അനുമോളും അതുപോലെ ഷിയാസൊക്കെ വന്നിരുന്നു. അതിലൊരുപാട് പേര് പങ്കെടുത്തിരുന്നു കേട്ടോ. അപ്പം അനുമോൾ അതിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവങ്ങളും അതുപോലെ യഥാർത്ഥത്തിൽ അനുമോൾ എന്തൊക്കെ സംഭവിച്ചു, അനുമോൾ എന്തൊക്കെ ചെയ്തിരുന്നു, ഈ വക കാര്യങ്ങളൊക്കെ അനുമോൾ അതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തുക. അപ്പം അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു 2 hours ഒക്കെ ഉണ്ട്, പക്ഷെ ഞാനത് വളരെ ക്രോഡീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പം അനുമോള് പറയുന്നത്, എന്നെ PR അല്ല വിജയിപ്പിച്ചത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പേര് കണ്ടില്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇവരൊക്കെ കൂടിയിട്ടാണ് എന്നെ വിജയിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏത് പെൺകുട്ടിയുടെ മുന്നിലാണ് ഇഷ്ടം പറഞ്ഞ സന്തോഷമില്ലാതിരിക്കുക? ഇപ്പൊ എൻ്റെ അടുത്ത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അനീഷേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർ മാജിക്കിൽ തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു പെയർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, തങ്കച്ചൻ എൻ്റെ അനുമോൾ ഒരു പെയർ ഉണ്ടായിരുന്നു, ഒരു കോംബോ ഉണ്ടായിരുന്നു. ആ തങ്കച്ചൻ ചേട്ടനെ ഞാൻ ശരിക്കും ഒരു സിസ്റ്ററാണ്. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു കോംബോ ഉണ്ടാക്കിയത് ആ പ്രോഗ്രാമിനെ സൂപ്പറാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തെയും കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ലവ് കാണിച്ച് വട്ട് കളിപ്പിച്ചത്. കാരണം ആ പ്രോഗ്രാം സൂപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ എണീറ്റ് പറയുന്നത്, അനുമോൾ ഭയങ്കര മെച്ചുവറായിട്ട് പെരുമാറി, ഹാൻഡിൽ ചെയ്തു എന്ന് പറയുന്നുണ്ട് ആ സംഭവം. അനുഷേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മെച്ചുവറായിട്ട് പെരുമാറി എന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, 24 hours എന്നെ കാണുന്ന വ്യക്തിയായിരുന്നു അനീഷേട്ടൻ. അപ്പോൾ എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ എൻ്റെ ക്യാരക്ടർ അത്ര നല്ലതാണ് എന്നാണല്ലോ അവിടെ വെളിവാക്കുന്നത്. അപ്പോൾ 100 ദിവസം കണ്ടുകൊണ്ടാണല്ലോ എന്നെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമാണ് ഉണ്ടായത്. അത് പ്രാങ്കാന്നൊക്കെ വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഷിയാസിനെ എന്നെയും കുറിച്ച് എന്തൊക്കെ നുണകളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഞങ്ങൾ തമ്മിൽ വൃത്തികെട്ടവരാണ്, വൃത്തികേട് ചെയ്യുന്നു, അവളെവിടെയും പോയി വൃത്തികേട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഷിയാസിക്ക എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാതെ പോയ ഒരു ആങ്ങളെയാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, ഞങ്ങൾക്ക് ആങ്ങളമാരില്ല. ഷിയാസിക്കയാണ് എനിക്ക് 1 ലക്ഷം രൂപ തന്ന് സഹായിച്ച് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതെൻ്റെ ചേച്ചിയുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ട്, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് പോയത്. ഇപ്പൊ വിനു പറഞ്ഞ പോലെ 11,111 രൂപ കൊടുത്തിട്ട് തന്നെയാണ് പോയത്. പിന്നെ അപ്പൊ ഷിയാസ് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, 1 ലക്ഷത്തിന്റെ ഗിഫ്റ്റ് ഇവള് തന്നൂന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ 2 ലക്ഷത്തിന് വേണമെന്ന് പറഞ്ഞു നിർബന്ധം പിടിക്കും. എന്റെ കല്യാണത്തിന് തന്നിട്ടുണ്ടെങ്കിൽ നീ ഇവളെ കല്യാണത്തിന് 2 ലക്ഷത്തിന് വേണം എന്ന് പറഞ്ഞിട്ടുള്ള നിർബന്ധം പിടിക്കുന്നത്. അത്രയും പിശിക്കുകയാണ് ഇവള്. ഇവളെങ്ങനെ PR ഏൽപ്പിക്കുന്നു ഷിയാസ് പറയുന്നത്. പക്ഷെ അനുമോള് തന്നെ പറഞ്ഞു, ഞാൻ PR ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട്, അത് പിന്നീട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, രാവിലെ സോങ് ടൈമിലാണ് എന്നോട് ചെവിയിൽ വന്നിട്ട് ഈ ഷിയാസിക്ക് ഒരു കാര്യം പറഞ്ഞത്. കാരണം സോങ് ടൈമിൽ എന്ത് പറഞ്ഞാലും ആരും ഒന്നും കേൾക്കില്ല. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തു സോങ് ടൈമിൽ പറയാമെന്ന്. ആ സോങ് ടൈമിൽ വന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, സോറി മോളെ, പ്ലാച്ചി നിനക്ക് നല്ലതല്ല എന്ന് ചെവിയിൽ വന്ന് പറഞ്ഞു. ആ സമയത്ത് ആരും ഒന്നും കേൾക്കില്ല. അപ്പൊ എന്താണ് ഷിയാസൊക്കെ പറഞ്ഞത് എന്ന് ബിഗ് ബോസിന് പോലും പിടുത്തം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഷിയാസ് പറഞ്ഞു, ഓ ഇനി എന്നെ എയറിലാക്കാൻ വേണ്ടിയിട്ട് നീ തൊട്ടങ്ങി വെച്ചൂലേ എന്ന് പറയുന്നുണ്ട്. നീ എന്താ അത് പറയാൻ പോയെന്ന്. ഇപ്പൊ കഴിഞ്ഞില്ല ഷിയാസിക്ക എല്ലാം എന്ന് പറയുന്നത്. പിന്നെ പറയാം, നാട്ടുകാരെല്ലാവരും ലേഡി വിന്നറിനെ അംഗീകരിക്കുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഞാനവിടെ ജീവിക്കുകയായിരുന്നു. നമ്മൾ കൊടുത്ത സ്നേഹമൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല കേട്ടോ. ആതിരോടും നൂറോടൊക്കെ എനിക്ക് സ്നേഹം തന്നെയുള്ളൂ. പക്ഷെ അവരൊന്നും തിരിച്ചെന്നെ സ്നേഹിച്ചില്ല. ഞാൻ ജീവിച്ച് സ്നേഹം കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശരി തന്നെയാണ്, ആതിരെ നൂറൊക്കെ തിരിച്ച് ദോഷം തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പുറത്ത് പോവുകയാണെങ്കിൽ എൻ്റെ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞോളൂ. അപ്പൊ നിങ്ങളെയും അവർ സഹായിച്ചുകൊള്ളും എന്നാണ് പറഞ്ഞത്. PR സഹായിച്ചുകൊള്ളും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ PR-ന്റെ നമ്പർ അല്ല കൊടുത്തത്, എൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തത്. അത് ആ നമ്പറിൽ വിളിച്ചാൽ എൻ്റെ ചേച്ചി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ PR-നെ ഞാൻ ഏൽപ്പിച്ചത് എനിക്ക് കുറെ വോട്ട് ചെയ്യിക്കാനായിരുന്നില്ല. 24 hours എന്നെ അവരിരുന്ന് കാണും. കുറച്ച് പേര് അവർ നിയമിച്ചിട്ടുണ്ടാവും PR. അവരിരുന്ന് 24 hours എന്നെ കണ്ടിട്ട് അതിൽ നിന്ന് നല്ല നല്ല കട്ടിങ്സ് എടുത്തിട്ട് അത് എടുത്തിട്ട് എന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്ക് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും എന്നെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ വീട്ടുകാർ പോലും ചിലപ്പോൾ 24 hours കണ്ടു എന്ന് വരില്ല. അതല്ലെങ്കിൽ നാട്ടുകാരൊന്നും കാണൂല ഞാൻ എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവർ ഈ 24 hours ഞാൻ എന്ത് ചെയ്യുന്നു നോക്കിയിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ PR കൊടുത്തത്. അല്ലാതെ എനിക്ക് വോട്ട് കിട്ടാനല്ല, ജനങ്ങളിലേക്ക് എൻ്റെ സംഗതികളൊക്കെ എത്തിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ എനിക്ക് വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യണ്ടേ, അതിന് വേണ്ടിയാണ് PR കൊടുത്തത് എന്ന് പറയാം. അതൊരു സംഭവം ശരി തന്നെയാണ് കേട്ടോ. അപ്പം പക്ഷേ
ഇവര് ചെയ്തത്, വിനു എൻ്റെ പാർട്ടി ചെയ്തത് കൂടുതൽ എന്താണ്, വോട്ടല്ല അവരായിരുന്നു ചോദിച്ചു വാങ്ങി വോട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇങ്ങനെ തന്നെ ചെയ്യുകയായിരുന്നെങ്കിൽ അനുമോൾക്ക് ഹൈ ലെവൽ വോട്ട് ഉണ്ടായേനെ. ഉള്ള ആള് തന്നെയാണ്. നല്ല ഫെയിമുള്ള ആള് തന്നെയാണ് ല്ലേ. അപ്പൊ പിന്നെ എന്റെ ലൈഫ് സ്റ്റോറി ഞാന് ഈ പിആർ എന്റെടുത്ത് ഇപ്പൊ പൈസ ചോദിച്ചു. പക്ഷെ എന്റെ ലൈഫ് സ്റ്റോറി ഞാനങ്ങട് പറഞ്ഞപ്പോ ആൾക്ക് സങ്കടായി. അപ്പൊ ആള് ഏറ്റെടുത്തതാണ്. ഇതുവരെ എന്റേന്ന് ₹1 പോലും പിന്നെ മേടിച്ചിട്ടില്ല. അന്ന് കൊടുത്ത പൈസ തരാൻ ഇതുവരെ എനിക്കൊരു കോള് പോലും ചെയ്തിട്ടില്ല. പൈസയുടെ കാര്യം പറഞ്ഞിട്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ബിഗ് ബോസിലുള്ളവരെല്ലാവരും നല്ല ശുദ്ധന്മാരാണ് ട്ടോ. എല്ലാവരും ജയിക്കാൻ വേണ്ടി വന്നവരാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഈ പിആറിന്റെ കാര്യം പറഞ്ഞപ്പോ അവരത് ഏറ്റെടുത്തത്. എല്ലാവർക്കും പിആർ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു ഈ വിനു ആണ് നെഗറ്റീവ് ആക്കിയെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, വിനു ചേട്ടാ എന്തിനാണ് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് എന്നെ നാറ്റിച്ചത് എന്ന് പറയുന്നത്. അപ്പൊ വിനു ചേട്ടൻ പറഞ്ഞതാണ്, അവിടെയുള്ള എല്ലാവർക്കും പിആർ ഉണ്ടടി, അതൊക്കെ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്റർവ്യൂ കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാർ ഞാൻ എണീക്കുമ്പോൾ എണീക്കും, ഞാൻ കരയുമ്പോൾ കരയും, ഞാൻ കിടക്കുമ്പോൾ കിടക്കും, ഞാൻ ചിരിക്കുമ്പോൾ ചിരിക്കും, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ അവരൊക്കെ ശരിക്കും എന്റെ പിആറിന് സമമാണ് എന്ന് പറയുന്നുണ്ട് ട്ടോ. അപ്പൊ പിന്നെന്താ പറയുന്നത്, എൻ്റെ ചേച്ചീനെ കുറിച്ച് വിനു ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. കാരണം ബിന്നീനെ നെഗറ്റീവ് അടിപ്പിച്ചത് എൻ്റെ ചേച്ചി അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്നിട്ടാണ് എന്ന് ബിന്നിയോട് ചെന്നിട്ട് ഈ വിനു ചെന്ന് പറഞ്ഞു, പിആർ വിനു ചെന്ന് പറഞ്ഞു. അപ്പൊ ബിന്നി അത് വലിയ സംഭവമാക്കി. സത്യത്തിൽ ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലാണ്. അപ്പൊ എൻ്റെ ചേച്ചിയുള്ള ഗ്രൂപ്പിലാണ് ഈ സ്വന്തം ഭാര്യയെ ഇങ്ങനെ നാറ്റിച്ചത് എന്നറിഞ്ഞപ്പോൾ അവർക്ക് വിഷമായി. അപ്പൊ അത് പറഞ്ഞ വ്യക്തി വിനു ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിനുവായിട്ട് തെറ്റിയതാണ്. അല്ലാതെ വിനുവായിട്ട് വേറെ തെറ്റിലൊന്നുമില്ല. വിനു ഇന്ന് വരെ എൻ്റെ അടുത്തുനിന്ന് ഒരു വേണ്ടാത്ത കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ പൈസ മേടിക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വിനു ഞാനും ഇഷ്ടത്തിലൊന്നുമല്ല. എല്ലാവരും പറഞ്ഞ് ഞാൻ വിനുവിനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ബ്രദർ സിസ്റ്റർ ബന്ധമാണ് ഉള്ളത്. പിന്നെ വെള്ളം ഒഴിച്ചത് ഇപ്പോഴൊക്കെ കാണുമ്പോൾ എൻ്റെ കാലുമിക്ക് നെവിൻ വെള്ളം ഒഴിച്ചില്ലേ, അതൊക്കെ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. പണ്ടൊക്കെ എനിക്ക് ദേഷ്യം വന്നാൽ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. അപ്പൊ തന്നെ ഞാൻ വേറെ ബെഡിലൊന്ന് കിടക്കാഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ക്യാമറയിൽ പതിയരുത്. എനിക്ക് എൻ്റെ ബെഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സ്പേസ് ഇഷ്ടമുള്ള ആളായിരുന്നു. ഞാൻ ഇതുവരെ മാറിക്കിടന്നിട്ടില്ല. ശോഭ ചേച്ചി വന്നപ്പോൾ ആ സ്പേസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്തിലാണ് ഞാൻ അത് കൊടുത്തത്. ആദ്യം നൂറെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് വേറെ സ്ഥലത്ത് കിടക്കാമെന്ന് പറഞ്ഞാലും അരമണിക്കൂർ കിടന്ന് ഞാൻ വീണ്ടും എൻ്റെ ബെഡിലേക്ക് വരും. പിന്നെ അന്ന് ക്യാമറ എല്ലാം എന്നെ ഫോക്കസ് ചെയ്യായിരുന്നു. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ആ സോഫയുടെ ബാക്കിൽ ചെന്ന് കിടന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫേസ്ബുക്ക് തുറക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, കുറേ അമ്മാമ്മമാരും അപ്പാപ്പന്മാരും ആണ് ഫേസ്ബുക്കിലുള്ളത്. അവരെല്ലാവരും എന്നെ തെറി വിളിക്കുകയാണ്. പേടിയാണ് തുറക്കാൻ. ഉടനെ തുറന്നപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി ഫോട്ടോ ഇട്ടാൽ പോലും അവർ പറയുന്നത് എന്താണെന്നറിയോ, പുട്ടിയിട്ട് നടക്കും അമ്മാമ്മ എന്നും പറഞ്ഞ് എന്നെ കുറേ തെറി പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ എന്തും ഷെയർ ചെയ്യാറുള്ളൂ എന്ന് അനുമോള് പറയുന്നുണ്ട് കേട്ടോ. ഏറ്റവും അധികം ഈ സീസൺ 7 വരെ ഏറ്റവും അധികം ലാലേട്ടൻ റോസ്റ്റ് ചെയ്തത് എന്നെയാണ് എന്ന് പറയുന്നു. അത് നുണയാണ് അനുമോളെ. ബാക്കിയുള്ളവർക്ക് കിട്ടിയ ചീത്തകളൊന്നും കേട്ടിട്ടില്ലല്ലോ. 1 to 7 24 hours ഇരുന്ന് കണ്ടിരുന്ന ആളാണ് ഞാൻ. അവർക്കൊക്കെ അത്യാവശ്യം നല്ല നല്ല തെറികളും ചീത്തകളും ലാലേട്ടൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അനുമോളെയാലും പിന്നെയും കുറച്ച് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു ചേച്ചി പറയുന്നുണ്ട്, അനീഷ് പറഞ്ഞു ടിവിയിൽ അനുമോളെ കാണുന്നതാണ് ഭംഗി, നേരിട്ട് കാണാൻ ഭംഗിയില്ല എന്ന്. പക്ഷെ എന്തൊരു സുന്ദരിയാണ് അനുമോള്. ശരിയാണ്, സുന്ദരിയാണ് അനുമോള്, നല്ല ക്യൂട്ടാണ്. പിന്നെ എനിക്ക് ഏറ്റവും അധികം പിന്തുണ തന്നത് ലക്ഷ്മി തന്നെയാണെന്ന് പറയുന്നത്. വിന്നറായ സമയത്ത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മുന്നിൽ വേണമെന്നായിരുന്നു. പക്ഷെ അവരവരെ വീട്ടിലിരുന്നു കൊണ്ട് ഇതൊക്കെ ഇരുന്ന് കാണുകയായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. പിന്നെ കല്യാണം ഓരോ സമയമാക്കുമ്പോൾ നടക്കും. അതൊക്കെ ഓരോ നിമിത്തമല്ലേ. ഞാൻ ഇപ്പൊ നോക്കുന്നുണ്ട്, നല്ലൊരു പയ്യനെ കിട്ടിയ എൻ്റെ ഇതുമായിട്ട് ലോജിക്കുമായിട്ട് ഒത്തുപോകുന്ന പയ്യനാണെങ്കിൽ അപ്പൊ കെട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടി നടക്കുന്നില്ല, പക്ഷെ നോക്കുന്നുണ്ട് പയ്യന്മാര് വരുന്നുണ്ടെന്നൊക്കെ. അങ്ങനെ നല്ലൊരു രസത്തിലുള്ള ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ ഇതൊക്കെ. കാണാനും നല്ല രസമായിരുന്നു. ഓക്കെ, താങ്ക് യു.